beautiful souls. So once again, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. പക്ഷെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. കൊണ്ട് നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ വില മനസ്സിലാവില്ല. എനിക്കേ അറിയൂ. അപ്പോൾ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗ് സ്കൈ ബാഗ് ആണ്. അപ്പോൾ ഇത് സ്കൈ ആണെന്നാ തോന്നുന്നത്. സ്കൈ ബാഗിന് സ്കൈ ആണെന്നാ തോന്നണേ. ഇത് ഫുള്ള് എന്താ പറയുന്നത്, ശൂന്യാകാശമാണോന്ന് അറിയില്ല. ഓക്കെ, അത് ഒരു കളറൊക്കെ ഉള്ളൊരു ബാഗാണ്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഇതിലെന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങളില്ല. അതായത് നമ്മുടെ മെഡിക്കോസ് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളില്ല. അതായത് തിയേറ്റർ ഡ്രസ്സ് അങ്ങനെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പം എൻ്റെ ബാഗിലില്ല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ നിത്യം കോളേജിൽ പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ അറ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് സാനിറ്റൈസറാണ്. അപ്പോൾ ഈ സാനിറ്റൈസർ എന്ന് പറയുന്നത് മിനിസോല സാനിറ്റൈസറാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി പറഞ്ഞതിപ്പോൾ കുപ്പി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള സാനിറ്റൈസർ ഇപ്പം ഞാൻ ഫില്ല് ചെയ്യുന്നത് ഇപ്പോൾ ലൈഫ് ബോയുടെ ആണ്. അപ്പോൾ ഈ ഒരു സാനിറ്റൈസർ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളതൊരു നമ്മളുടെ റൂം കീ ആണ്. റൂം കീയും പിന്നെ എൻ്റെ സ്കൂട്ടിയുടെ കീയും കൂടി ഇട്ടുള്ളതാണ്. നമ്മുടെ മിക്കി മൗസിൻ്റെ മിക്കി അല്ല മിന്നി മൗസിൻ്റെ ഒരു കീ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗേൾസിൻ്റെ കയ്യിലൊക്കെ ഉള്ള ഒരു സാധനമാണ്, മസ്റ്റ് ഹാവ് ആണ്. അത് നമ്മുടെ സാനിറ്ററി നാപ്കിനാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വിസ്പറിൻ്റെ സാനിറ്ററി നാപ്കിനാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്. കാരണം എൻ്റെ കാര്യം എന്ന് പറയുന്നത് മൂപ്പര് വരുന്നതിന് വലിയ നേരവും സമയമൊന്നുമില്ല. എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു നല്ല സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും കോളേജിൽ ഇരിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഈ പീരിയഡ്സ് വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നതാണ് സാനിറ്ററി നാപ്കിൻ. അത് കഴിഞ്ഞാൽ ഉള്ളതാണ് നമ്മളുടെ ഒരു സൺസ്ക്രീൻ. അപ്പോൾ സൺസ്ക്രീൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ആണ്. അപ്പോൾ നമ്മൾ 50++ ആണ്, SPF 50++ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ബെറ്റർ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. എൻ്റെ താഴെയുള്ള സൺസ്ക്രീൻസ് ഒക്കെ വാങ്ങാതിരിക്കുക. പിന്നെ നമ്മുടെ ചെന്നൈയിൽ പ്രത്യേകിച്ച്, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ചൂടും സൂര്യനാണെങ്കിൽ ഉച്ചിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യ ഫ്രൈ ആയി മാറും. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് സൺസ്ക്രീൻ. അത് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളത് ഒരു ടിഷ്യൂ ആണ്. ടിഷ്യൂ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞുകൂടെ, വെറുതെ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളതാണ് നമ്മുടെ ഷുഗറിൻ്റെ ഒരു ലിപ് ബാം കേട്ടോ. അത് എപ്പോഴും കൊണ്ടു നടക്കുക. എനിക്ക് എൻ്റെ ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഞാൻ കൊണ്ടു നടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ അറയുടെ അകത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത അറയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ആദ്യം എൻ്റെ കൈ കിട്ടിയിരിക്കുന്നത് പൗച്ചാണ്. അപ്പോൾ ഈ പൗച്ചിൽ എന്ന് പറയുന്നത് സാധാരണ പിള്ളേർ കൊണ്ടുപോകുന്നതിനെക്കാട്ടി കൂടുതൽ സാധനം ഈ പൗച്ചിലുണ്ടെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പൗച്ചിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഫുള്ള് കളർ പെൻസിൽസാണ്. പിന്നെ മെഡിക്കോസ് മെയിനായിട്ട് എപ്പോഴും സ്റ്റുഡൻസ് കൊണ്ടു നടക്കുന്നൊരു സാധനം എന്ന് പറയുന്നത് HNE പെൻസിലാണ്. അപ്പോൾ ഈ 2 പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ സെൽസൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം എന്ന് പറയുന്നത്, അയ്യോ ഇത് അടച്ചിട്ടില്ല, ബാക്കിയെല്ലാം എന്ന് പറയുന്നത് ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നത് കളർ പെൻസിൽസ്, പെന്ന്, ഹൈലൈറ്റേഴ്സ്, ആ വക സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കേട്ടോ, ഇതൊരു കടയുണ്ടല്ലോ എന്ന് പറയും എൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടു നടക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കൊണ്ടു നടക്കുന്നതാണ് ഞാനൊരു കാൽക്കുലേറ്റർ. എനിക്ക് മറ്റേ ഹരിക്കാനും ഗുണിക്കാനും കൂട്ടാനും കിഴിക്കാനൊക്കെ അറിയുന്നത്, വളരെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാൽക്കുലേറ്റർ കൊണ്ടു നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 3rd ഇയർ വന്നപ്പോൾ നമുക്ക് 2 സബ്ജക്റ്റാണുള്ളത്, ഒന്ന് ഫോറൻസിക്കും കമ്മ്യൂണിറ്റി മെഡിസിനും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കൊണ്ടു നടക്കുന്നത്. ഫോൺ മതി, പക്ഷേ എക്സാമിൻ്റെയൊക്കെ ടൈമിൽ എന്ന് പറയുന്നത് ഫോൺ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കാൽക്കുലേറ്റർ തന്നെ വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ബാഗിൽ തന്നെ കിടന്നോട്ടെ, എന്തിനാ. അപ്പോൾ ഇത് അന്ന് തൊട്ട് എൻ്റെ ബാഗിൽ കിടക്കുന്നൊരു സാധനമാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ച് ഊരിപ്പോയി. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയണേ, കുറച്ച് ബുക്ക് മാർക്സും പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ടും സംഭവങ്ങളൊക്കെയാണ്. ഇത് എത്രയാണ്, 190 റുപ്പീസ് സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇത് കൊണ്ടു നടക്കുന്നതാണ്. അതിലെന്ന് പറയുമ്പോൾ ബുക്ക് മാർക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ.
പിന്നെ അടുത്തതെന്ന് പറയണത് സ്തെത്താണ്. അപ്പോൾ ഇത് സ്തെത്ത് എന്ന് പറയണത് ഇത് മറ്റേ എർക്കയുടെ ഒരു സ്തെത്താണ്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ എനിക്ക് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സ്തെത്താണ്. എൻ്റെ ഒരു വേറൊരു സ്തെത്തുണ്ട്. ആ സ്തെത്ത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അങ്കിള് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സ്തെത്താണ് ഞാൻ എപ്പോഴും കൊണ്ടു കിടക്കാറ്. ഇതെൻ്റെ കൂടെ എപ്പോഴും കയ്യിലുണ്ടാവും. എനിക്ക് ഇതുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. പിന്നെ അടുത്ത സാധനമാണ് നീ ഹാമർ. ഇതാണ് നീ ഹാമർ. അപ്പോൾ ഈ നീ ഹാമർ കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിൻ്റെ നീജർക്ക് നോക്കാൻ പറ്റും. അതായത് പേഷ്യൻസിന് കാലിന് റിഫ്ലക്സ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ തലക്കിട്ടൊരു അടിയും വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ 2 യൂസ് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഈ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റാർ റിഫ്ലക്സ് നോക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ കാലിലിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ വട്ടം പോലെ ഇങ്ങനെ വരച്ച് നോക്കും. അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ കാലിങ്ങനെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ റിഫ്ലെക്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ഞാൻ ഈ പോയിന്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങണ സമയത്ത് അവൾ നന്നായിട്ട് കൂർക്കം വലിക്കും. ആ സമയത്ത് അവൾ എത്ര വട്ടം വിളിച്ചാൽ പോലും അവൾ എഴുന്നേക്കില്ല. നീ ഒന്ന് കൂർക്കം വലി നിർത്തുമെന്ന് പറഞ്ഞാൽ പോലും അവൾ നിർത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവളുടെ കാലിൽ ഇത് വെച്ച് ഇങ്ങനെ അങ്ങ് ഇക്കിളിയാക്കി കൊടുക്കും. അപ്പോൾ ഒന്ന് ഇങ്ങനെ അങ്ങ് ചിരിക്കും. ഒരു കുതിര ഇങ്ങനെ കുളമടിക്കുന്നൊരു ശബ്ദമില്ലേ, അതേപോലെ ഒരു ചിരിക്കും. പിന്നെ ഒരു 5 മിനിറ്റത്തേക്ക് കൂർക്കം വലി ഉണ്ടാവില്ല. ആ സമയം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. എൻ്റെ അനിയത്തി ഇപ്പം നാട്ടിലിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ശബ്ദം വരും, ചേച്ചി എന്നുള്ളൊരു ശബ്ദം ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് ട്യൂണിങ് ഫോർക്ക്. അപ്പോൾ ട്യൂണിങ് ഫോർക്കും ഞാനത് കൊണ്ടു നടക്കുന്ന കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ട്യൂണിങ് ഫോർക്കിൻ്റെ കാര്യം പറഞ്ഞു. ട്യൂണിങ് ഫോർക്ക് നമ്മളുടെ കേൾവി നോക്കാനും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. വെബേഴ്സ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നൊരു സാധനങ്ങൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ സൈഡിൻ്റെ അകത്തെന്ന് പറയണത് എൻ്റെ ഒരു കോളേജ് ID കാർഡാണ്. പിന്നെ ഇപ്പുറത്തെ ഇതിലെന്ന് പറയുന്നത് വാട്ടർ ബോട്ടിൽ, വെള്ളം മസ്റ്റാണ്. പക്ഷെ ഇതിലിപ്പോൾ വെള്ളമില്ല. അടുത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏപ്രിൻ, അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് കോട്ട് എന്ന് പറയും, ഏപ്രിൻ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബാഗിൽ വെച്ചതാട്ടോ. അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൻ ഇട്ടിട്ടാണ് ഞാൻ പോവാറ്. അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ ബാഗിലെടുത്ത് വെച്ചതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ 2 എന്താ പോകുന്നത് ഇതിൻ്റെ ഇത് ഓക്കെ 2 മറ്റേ ഇത് 5 സബ്ജക്റ്റ് നോട്ട്സാണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നതാണ് ഞാൻ എൻ്റെ ലെക്ചർ നോട്ട്സൊക്കെ എഴുതുന്നത് ക്ലാസ്സിലുള്ളത്. എനിക്ക് ക്ലാസ്സിൽ ചില സമയത്ത് ഇരിക്കുമ്പോൾ നന്നായിട്ട് ഉറക്കം വരും. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് എഴുതുന്ന നോട്ട്സാണ് ലെക്ചർ നോട്ട്. അപ്പോൾ ഇതിന് നമുക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് ക്ലാസ്സിൽ എടുക്കുന്നത് മനസ്സിലാവുകയും ചെയ്യും, രണ്ടാമത് ഉറക്കവും വരത്തില്ല. അങ്ങനെ 2 നോട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. അത് അടുത്തതാണ് വേർഡ് സെർച്ചിൻ്റെ ഒരു ബുക്ക്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില ടൈമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ വെറുതെ ഇരിക്കുകയായിരിക്കും, ക്ലാസ്സിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ എനിക്കതിന് ഉറക്കമൊക്കെ വരും. അപ്പോൾ ഉറക്കം വരുന്ന ടൈമിലൊക്കെ ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വേർഡ് സെർച്ച് കളിക്കും. അപ്പോൾ ഇതെനിക്ക് ഈ ഇങ്ങനത്തെ ബുക്സ് എൻ്റെ കയ്യിൽ ഒരു 8ാം ക്ലാസ് തൊട്ടുള്ളതാണ്. എൻ്റെ ബാഗിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഈ ഒരു ബുക്ക് എപ്പോഴും കൊണ്ടു നടക്കുന്ന കേട്ടോ. പിന്നെ കുറച്ച് ഒരു ഫയല്, പിന്നെ ഫയലിൽ കുറച്ച് പേപ്പേഴ്സ്. അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ നമ്മളുടെ പോസ്റ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും നോട്ട്സ് എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നൊരു നോട്ട് പാഡാണിത്. അത് കഴിഞ്ഞാൽ ഒരു എക്സാം ബോർഡ്. ഈ എക്സാം ബോർഡ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ എനിക്കെന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് ഒരു ഹാർഡ് സർഫസ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ച് എഴുതുക അല്ലെങ്കിൽ നമ്മുടെ മടിയിൽ വെച്ച് എഴുതുക നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എപ്പോഴും കൊണ്ടു നടക്കും കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിലുള്ളത്. എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെൻ ടോർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടോർച്ച് ഇല്ലെങ്കിൽ ഫോണിൻ്റെ ലൈറ്റ് മതി. പക്ഷേ ഞാൻ ടോർച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ടോർച്ച് കാണാനില്ല. പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് എൻ്റെ എയർപോഡ്സ് ആണ്. അപ്പോൾ എയർപോഡ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ വണ്ടിയുടെ ഉള്ളിലാണ്. അപ്പോൾ അതെനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞത്. മൂന്നാമത്തെ സാധനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ തിയേറ്റർ ഡ്രസ്സാണ്. അപ്പോൾ തിയേറ്റർ ഡ്രസ്സ് നമ്മുടെ സർജറി പോസ്റ്റിംഗ് ഉള്ള
സമയത്തോ തിയേറ്ററിൽ കയറുന്ന ടൈമിൽ മാത്രമേ തിയേറ്റർ ഡ്രസ്സും പിന്നെ ക്യാപ്പ് പിന്നെ സ്ലിപ്പേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. അതാണ് ഞാനതിൽ വെക്കാത്തത്. ഇപ്പം എനിക്ക് ആ പോസ്റ്റിംഗ് ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത സാധനം എന്താണ് ഉള്ളത്? പിന്നെ ഉള്ളത് ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന ടൈമിലുള്ള സാധനം എന്ന് പറയുന്നത് ഡിസെക്ഷൻ കിറ്റാണ്. അപ്പോൾ ഡിസെക്ഷൻ കിറ്റ് ഇപ്പം എനിക്ക് ആവശ്യമില്ല, ശരിക്കും ഇപ്പോൾ തേർഡ് ഇയർ ആയല്ലോ, അപ്പോൾ ഡിസെക്ഷൻ കിറ്റിൻ്റെ ആവശ്യമില്ല. അതെടുത്ത് ഞാൻ എൻ്റെ അലമാരയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാനത് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തേർഡ് ഇയർ ആയ സമയത്ത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകാറ്. ഇതിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് സ്കൂളിൽ തൊട്ടേ കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ ഞാനത് സോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്നാമത്തെ സാധനം എന്ന് പറയണത് എൻ്റെ എക്സാം ബോർഡ്, കുഞ്ഞുനാളിൽ തൊട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇത് കുറച്ച് പേപ്പർ ഫയൽ, അന്ന് ഇതിൻ്റെ അകത്ത് ചാർട്ട് പേപ്പറും ഉണ്ടാവും, പിന്നെ ഒരു സിസേഴ്സ് ഉണ്ടാവും, ക്രയോൺസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ കൊണ്ടു കിടക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ മറ്റേ എന്താ പറയുക ചാർട്ട് പേപ്പറൊന്നുമില്ല, കുറച്ച് പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ 5 സബ്ജക്റ്റ് നോട്ട് ഇല്ലാതെ എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ ടൈമിലേ പോയിട്ടില്ല. കാരണം ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് ബോർഡിൽ എന്താണുള്ളത് ഞാൻ അതേപടി ഞാൻ കോപ്പി ചെയ്യും. അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ ടെക്സ്റ്റ് വായിക്കുന്നതിനെക്കാട്ടി ഈ ലെക്ചർ നോട്ടും വായിക്കും, എന്നിട്ടാണ് ഞാൻ ടെക്സ്റ്റിലോട്ട് പോകുക. അപ്പോൾ എനിക്ക് കുറേ മനസ്സിലാവും എന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു സാധനമാണ് ലെക്ചർ നോട്ട്, കുഞ്ഞുനാളിൽ തൊട്ടേ കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വേർഡ് സെർച്ചിൻ്റെ ബുക്ക് ഇത് ഞാൻ കൊണ്ടു നടക്കുന്നതാണ്, കുഞ്ഞുനാളിൻ്റെ സ്കൂളിൽ തൊട്ടേ കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ എന്താ ഞാൻ കൊണ്ടുപോകുന്നത്? സാനിറ്ററി നാപ്കിൻ എനിക്ക് പീരിയഡ്സ് ആയ ആദ്യ ടൈം തൊട്ടേ എൻ്റെ അമ്മയാട്ടോ എന്നെ അത് ശീലിപ്പിച്ചത്. അമ്മ ഇങ്ങനെ പറയും, സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും 2 എണ്ണം കയ്യിൽ വെക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പീരിയഡ്സ് ആയ ആ ടൈം തൊട്ടേ അമ്മ എൻ്റെ ബാഗിൽ വെച്ച് തന്നിരുന്ന സാധനങ്ങളാണ്. അപ്പം ഞാനത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. പിന്നെ സാനിറ്റൈസറും അതെ, ഇച്ചിരി വൃത്തിപ്രാന്തമുള്ള ഒരാളാണ്, അപ്പോൾ ഞാൻ കൊണ്ടു നടക്കുന്നൊരു സാധനമാണ് സാനിറ്റൈസർ. പിന്നെ നമ്മളുടെ സ്റ്റിക്കി നോട്ട്സ് ഞാൻ കൊണ്ടു നടക്കുന്നതാണ്. സ്റ്റിക്കി നോട്ട് ഞാൻ കൊച്ചിലോട്ട് കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ വാട്ടർ ബോട്ടിൽ ഇല്ലാതെ ഞാൻ എവിടെയും പോകാറില്ല. ഐ ഡി കാർഡ് എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ ഐ ഡി കാർഡായിരുന്നു, ഇപ്പോൾ കോളേജിലെ ഐ ഡി കാർഡാണ്, അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് എൻ്റെ പൗച്ച്. ഈ പൗച്ചല്ല, എനിക്ക് പൗച്ചിന് ഇച്ചിരി ക്രേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പല പൗച്ചുകൾ വാങ്ങും, കളർ പെൻസിൽസ്. എനിക്ക് സ്റ്റേഷനറി ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ അന്ന് ഇതിൻ്റെ അകത്ത് ക്രയോൺസ് അടക്കം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെയല്ല ഞാൻ കൊണ്ടുപോകുന്നത്, പല പൗച്ചിലായിട്ടാണ്. പെൻസ് ഇടാനായിട്ട് ഒരു പൗച്ച്, പെൻസിൽ ഇടാനായിട്ട് വേറൊരു പൗച്ച്, പിന്നെ നമ്മളുടെ കളർ പെൻസിൽസ് ഇടാൻ വേറെ പൗച്ച്, പിന്നെ ക്രയോൺസ് കൊണ്ടുപോകാൻ വേറെ പൗച്ച്. ഞാൻ 3 പൗച്ചും കൊണ്ടാണ് പോകുന്നത്. പിന്നെ സത്യം പറയാമല്ലോ, കാൽക്കുലേറ്ററും ഞാൻ കൊണ്ടുപോകുമായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ പണ്ട് മാത്സ് ഒക്കെ ചെയ്തിരുന്ന, ഞാൻ CBSE ആണ് ഓഫ്കോഴ്സ്, പക്ഷേ മാത്സ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഹോംവർക്ക് ഒക്കെ വരും. അപ്പോൾ ഹോംവർക്ക് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് എന്താ പറയണത്, ചിലപ്പോൾ അസംബ്ലിയുടെ ടൈമിൽ, പ്രയറിൻ്റെ ഒക്കെ ടൈമിൽ നിന്നായിരിക്കും നമ്മൾ ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ എന്ന് പറയുന്നത് കൂട്ടി എഴുതാനായിട്ടൊന്നും പറ്റില്ലല്ലോ, പെട്ടെന്ന് ഹോംവർക്ക് തീർത്ത് നമുക്ക് പോകാനല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ഇച്ചിരി കളത്തരം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി നടന്നിരുന്ന കാൽക്കുലേറ്ററാണ്. അന്ന് ചെറിയ കാൽക്കുലേറ്ററാണ്, ഇപ്പം ഞാൻ വലിയ കാൽക്കുലേറ്ററാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ അടുത്ത ആഴ്ച വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ, ലവ് യു.